ഈ നിമിഷം മുതൽ നാം ചെയ്യുന്ന ഓരോ കാര്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുവാൻ തുടങ്ങാം. ഓരോ പ്രവൃത്തിക്കും അല്പസമയം കൂടുതൽ കൊടുക്കാം. ഉറങ്ങുവാൻ കിടന്ന അതേ രീതിയിലാണോ ഉണരുമ്പോൾ നാം കിടക്കുന്നത്? നാം പല്ല് തേക്കുവാൻ സാധാരണ 1 മിനിറ്റാണെങ്കിൽ അത് 2 മിനിറ്റാക്കാം. കുളിക്കുന്നത് 5 മിനിറ്റ് കൊണ്ടാണെങ്കിൽ 10 മിനിറ്റാക്കാം. നമ്മുടെ ഓരോ പ്രവൃത്തികളും സാവധാനമാക്കുന്നതിലൂടെ ഒരിക്കലും നാം ഒരിടത്തും വൈകിപ്പോകുന്നില്ല. എല്ലാ കാര്യങ്ങളും അതാതിൻ്റെ സമയത്ത് തന്നെ നടക്കും. സാവധാനം എന്നാൽ അവധാനം അഥവാ ശ്രദ്ധയോടുകൂടി എന്നാണ് അർത്ഥം. ശ്രദ്ധയോടുകൂടി ചെയ്യുന്നൊരു കാര്യം പതിയെ സ്വാഭാവികമായും ആയിപ്പോകുന്നു. അതുകൊണ്ടാകാം സാവധാനം എന്ന് ആ ഒരു വാക്കിന് സ്ലോ ആയിട്ട് ചെയ്യുക എന്നുള്ളൊരർത്ഥം വന്നത്. നാം കുളിക്കുമ്പോൾ ആദ്യം വെള്ളമൊഴിക്കുന്നത് അഥവാ സോപ്പ് തേക്കുന്നത് എവിടെയാണ്? ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് ശ്രദ്ധിക്കുക. ഒരു ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിക്കുകയാണോ സാവകാശം സിപ്പ് ചെയ്ത് കുടിക്കുകയാണോ? നാം ഇരിക്കുമ്പോൾ കാലുകൾ ചേർത്ത് വെച്ചാണോ ഇരിക്കുന്നത്, മറിച്ചാണോ? ജോലിക്ക് പോകുമ്പോൾ ബാഗ് ഏത് ഷോൾഡറിലാണ് ഇടുന്നത്? തിരക്ക് പിടിച്ചാണോ നടക്കുന്നത്? തിരക്കിട്ടാണോ സംസാരിക്കുന്നത്? ഒരാളെ അടുത്ത് കിട്ടിയാൽ ധാരാളമായി സംസാരിക്കാറുണ്ടോ? അവർക്ക് സംസാരിക്കുവാൻ അവസരം കൊടുക്കാതെ ഇടയിൽ കയറി സംസാരിക്കുന്നുണ്ടോ? അവർ അവരുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി പറയുമ്പോൾ നമുക്കും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി വാതോരാതെ സംസാരിക്കുവാൻ തോന്നാറുണ്ടോ? എങ്ങനെയാണ് നാം ഉറങ്ങാൻ കിടക്കുന്നത്? നേരെ കിടക്കുകയാണോ, ചെരിഞ്ഞ് കിടക്കുകയാണോ? അങ്ങനെ ഓരോ നിമിഷത്തെയും നിരീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ താനേ കുറച്ച് തിരുത്തലുകൾ സംഭവിക്കും.